നമ്മുടെ നാട്ടിൽ രാജ്യത്ത് ഡവറി പ്രൊഹിബിഷൻ ആക്ട് നിലവിലുണ്ട്. അതേപോലെ തന്നെ പ്രൊട്ടക്ഷൻ ഓഫ് വിമൻ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ റൈറ്റ്സ് ഓൺ ഡൈവോഴ്സ് ആക്ട്, മുസ്ലിം വിമൻ റൈറ്റ്സ് ഓൺ ഡൈവോഴ്സ് ആക്ട് നിലവിലുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ സ്ത്രീധനം വാങ്ങുന്നത് യഥാർത്ഥത്തിൽ കുറ്റകരമാണ്, ഒരു ശിക്ഷാർഹമായ കുറ്റകൃത്യമാണ് ഡവറി പ്രൊഹിബിഷൻ ആക്ട് അനുസരിച്ചുള്ളത്. പിന്നെ മറ്റേ രണ്ട് നിയമങ്ങൾ നമ്മൾ പരിശോധിച്ച് വരികയാണെന്നുണ്ട്. ഡൊമസ്റ്റിക് വയലൻസിനകത്താണെങ്കിലും ആ ആക്ടിനകത്താണെങ്കിലും പ്രൊട്ടക്ഷൻ ഓഫ് വിമൻ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് ആണെങ്കിലും ഈ വാങ്ങിയേക്കുന്ന ഡവറി എല്ലാം എന്തെങ്കിലും വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കേണ്ടതാണ്. പിന്നെ അതേപോലെ തന്നെ മുസ്ലിം വിമൻ പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ഓൺ ഡൈവോഴ്സ് ആക്ട് അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ എന്ത് സ്വത്ത് വാങ്ങിയെടുത്തിട്ടുണ്ടെങ്കിലും അത് അതേപോലെ തന്നെ ഡൈവോഴ്സ് ചെയ്യപ്പെട്ട സ്ത്രീക്ക് തിരികെ കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ നിയമം നമ്മുടെ രാജ്യത്തുള്ളപ്പോൾ ഇപ്പോൾ ഒരു കോടതി വിധി വന്നു. അതായത് ഈ ഭാര്യ വീട്ടുകാർ ആ വധുവിന് കൊടുക്കുന്ന സ്വത്തിന് ഒരിക്കലും ഭർത്താവിനൊരു അവകാശമില്ലെന്ന്. അത് യഥാർത്ഥത്തിൽ അതിനകത്തൊരു പ്രത്യേകതയൊന്നും ഞാൻ കാണുന്നില്ല. ഈ നിയമങ്ങളുടെ ഈ വകുപ്പുകളുള്ളപ്പോൾ അത് പ്രഖ്യാപിതമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഒരേ അവകാശവും ഇല്ല. അതായത് ഭാര്യ വീട്ടുകാർ വിവാഹത്തിന് വധുവിന് നൽകുന്ന സ്വത്ത് അല്ലെ വരന് കൊടുക്കുന്ന സ്വത്ത് ആർക്കെന്ത് കൊടുത്താലും ഭാര്യ വീട്ടുകാർ കൊടുക്കുന്നതാണെങ്കിൽ ഈ വധുവിൻ്റെ വീട്ടുകാർ കൊടുക്കുന്നതാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഈ വരന് ഒരേ അവകാശവും ഇല്ല. വരനോ വരൻ്റെ വീട്ടുകാർക്കോ യാതൊരു അവകാശം കിട്ടത്തില്ല അതിനകത്ത്. അതാണ് ഈ നിയമങ്ങളിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഈ വിധിയെ ഞാൻ അത്രത്തോളം എനിക്കൊരു വലിയൊരു പുതുമയുള്ളൊരു വിധിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം പക്ഷേ ആ കോമൺ സെൻസ് ഒന്നുകൂടെ നിയമ സംവിധാനത്തെക്കുറിച്ചുള്ള ആ കാഴ്ചപ്പാടൊന്നുകൂടെ ഉറപ്പിച്ച് പറയാൻ ഈ വിധി സഹായമാകും എന്നുള്ളതിന് സംശയമൊന്നുമില്ല. ഇത് എപ്പോഴും തിരിച്ചറിയേണ്ടത്, ഞാൻ ഈ പറഞ്ഞ ഈ നിയമങ്ങൾ പരിശോധിക്കുമ്പോൾ അത് വിലയിരുത്തുമ്പോൾ ഈ ഭാര്യയുടെ ഈ സ്വത്തിന്മേൽ, ഭാര്യയുടെ വീട്ടുകാർ കൊടുക്കുന്ന സ്വത്തിന്മേൽ ഭർത്താവിന് യാതൊരു അവകാശവും ഇല്ല, ഒരിക്കലും കിട്ടത്തില്ല എന്നുള്ളതൊന്നും മനസ്സിലാക്കണം. അത് ഡൈവോഴ്സിൻ്റെ സ്റ്റേജിലാണ് തിരിച്ചറിയുന്ന നിയമങ്ങളിൽ നിന്ന്. കാരണം തിരിച്ചു മുഴുവൻ കൊടുത്തേ പറ്റുള്ളൂ. പിന്നെ ഭാര്യ എന്നുള്ള നിലയ്ക്ക് ഭാര്യ സമ്പാദിക്കുന്ന സ്വത്താണെന്നുണ്ടെങ്കിൽ ഭാര്യ ഭർത്തൃബന്ധം നിലവിലിരിക്കുമ്പോഴാണെങ്കിൽ അത് ഭാര്യയ്ക്കും ഭർത്താവിനും തുല്യ അവകാശം കിട്ടുന്നതാണ്. അതിനകത്ത് സംശയമൊന്നുമില്ല. അപ്പോൾ അതിനകത്ത് നമുക്കൊന്നും ഇല്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഈ ഭാര്യയുടെ വീട്ടിൽ നിന്ന് കൊടുക്കുന്ന ഈ ധനം ഈ വിവാഹത്തിൻ്റെ കാലത്തോ അത് കഴിഞ്ഞോ കൊടുക്കുന്ന ധനത്തിൽ ഈ ഭർത്താവിന് യാതൊരു അവകാശവും കിട്ടത്തില്ല, ഭർത്തൃ വീട്ടുകാർക്കും കിട്ടത്തില്ല. അതെല്ലാം ഈ വിവാഹബന്ധം തകർന്നാൽ തിരികെ കൊടുക്കേണ്ടതാണ്, ഒരു സംശയമില്ല. വിവാഹബന്ധം തകർന്നില്ലെങ്കിലും അത് യഥാർത്ഥത്തിൽ ആസ്വദിക്കാനുള്ള അവകാശം ഇവർക്ക് ആർക്കുമില്ല. സ്ത്രീധനത്തിൻ്റെ ഈ ഇത് കൊണ്ട് കല്യാണം മുടങ്ങിയിട്ട്, വിവാഹം മുടങ്ങിയിട്ട് സ്ത്രീധനം ചോദിച്ചിട്ട് പെൺകുട്ടി ആത്മഹത്യ ചെയ്തത് നമ്മൾ കണ്ടതാണ്. ഒരു ഡോക്ടർ ആത്മഹത്യ ചെയ്ത് നമ്മൾ കണ്ടതാണ്. അതേപോലെ തന്നെ പി ജിക്ക് പഠിക്കുന്ന ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തതാണ്. അതും ഒരു പി ജിക്ക് പഠിക്കുന്ന ഒരാളുടെ ഭാഗത്തു നിന്നുള്ള കാര്യമാണ്, നമ്മൾ കണ്ടതാണ്. അതേപോലെ ഒരുപാടെണ്ണം, എത്ര പെൺകുട്ടികൾ പാമ്പിനെ കൊണ്ട് കൊത്തിച്ചു കൊല്ലുന്നു കേട്ടോ, ഉപദ്രവിച്ച് അവസാനം നിവൃത്തിയില്ലാതെ ആത്മഹത്യ ചെയ്യുന്നു. നമ്മളിത് ഇഷ്ടമാതിരി കാണുന്നതാണ്, ഒരുപാടെണ്ണം. ഇതെല്ലാം സ്ത്രീധനത്തിൻ്റെ പേരിലാണ്. എന്തിന് സ്ത്രീകൾക്ക് ഈ സ്ത്രീധനം ഇങ്ങനെ കൊടുക്കണം കുഞ്ഞുങ്ങൾക്ക് എന്നുള്ളത് സമൂഹമാണ് ചിന്തിക്കേണ്ടത്. ഒരിക്കലും കൊടുക്കാൻ പാടില്ല. അപ്പോൾ ഇതിങ്ങനെ അപ്പോൾ ഇത് രഹസ്യമായ രീതിയിൽ ഡവറി പ്രൊഹിബിഷൻ ആക്ട് എന്ന് പറയുന്ന നിയമം ഉണ്ടെങ്കിൽ പോലും, ശക്തമായ നിയമമാണെങ്കിലും, ജനങ്ങൾ അതിനെ ഓവർകം ചെയ്യാനായിട്ട്, അത് വയലേറ്റ് ചെയ്യാൻ ഒരുപാട് മാർഗങ്ങളുണ്ട്. പണം രഹസ്യമായിട്ട് കൊണ്ടുപോകും. അതോടുകൂടി അതിന് രേഖയൊന്നും ഇല്ലാതാനും പണം കൊടുത്തെന്ന് പറയാനും പറ്റുകയില്ല. കാരണം ഈ കൊടുക്കുന്നതും കുറ്റകൃത്യമാണ്, വാങ്ങുന്നതും കുറ്റകരമാണ്. അപ്പോൾ ഇങ്ങനൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് രഹസ്യമായിട്ടും കൊടുക്കും. അതോടുകൂടി ആ നിയമത്തിൻ്റെ ആ പ്രസക്തി തന്നെ നഷ്ടപ്പെടുത്താൻ നമ്മുടെ ജനങ്ങൾ തന്നെയാണ് ബോധപൂർവം ശ്രമിക്കുന്നത്. അതൊരിക്കലും ചെയ്യരുത്. കാരണം അതുകൊണ്ട് ഈ പെൺകുഞ്ഞുങ്ങളെല്ലാം, ഈ വിവാഹം കഴിച്ച് കൊടുക്കപ്പെടുന്ന കുഞ്ഞുങ്ങളെല്ലാം ഒരുപാട് ബുദ്ധിമുട്ടിലാണ്. കാരണം ഇവന് വീണ്ടും വീണ്ടും ഇത് ചോദിക്കാനൊരു ത്വരയുണ്ടാവും, അത് കൊടുക്കുകയും ചെയ്യും. അതാണ് പ്രശ്നം. ഇവിടെ ഉപദ്രവം നടക്കുമ്പോൾ അവിടെ പണം കിട്ടും. ആ രീതിയിൽ ഉള്ള ഒരു കാഴ്ചപ്പാട് പാടില്ല, അത് മാറ്റണം. അപ്പോൾ ഇതിനകത്ത് ഈ പണം തിരികെ കൊടുക്കേണ്ടതാണെന്നും ഇതിനകത്ത് ഇവന് ഒരിക്കലും ഒരവകാശം അവകാശവും കിട്ടുന്നില്ല എന്നും ഉള്ള ഈ പ്രഖ്യാപനം, നമ്മുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഈ പ്രഖ്യാപനം എന്ന് പറയുന്നത് ആ ഒരർത്ഥത്തിൽ വളരെ സ്വാഗതാർഹമാണ്. കാരണം
ഇതൊരു ഈ തലച്ചോറില്ലാത്തവന്മാരുടെ ഇടയിലേക്ക് ഇത് എങ്ങനായാലും ഒന്ന് കടന്നു ചെല്ലും എന്ന് നമുക്ക് വിശ്വസിക്കാം. കാരണം ഇത് എങ്ങനെ വാങ്ങിയെടുത്താലും തിരിച്ചു കൊടുക്കേണ്ടതാണ് എന്നൊരു കാഴ്ചപ്പാട് ഇവർക്കൊക്കെ വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.